ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന അധ്യായം ഇന്നലെ സമാപിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ 14-ാം അധ്യായം ആരംഭിക്കുന്നു. 158-ാമത്തെ ദിവസമാണ് നമ്മുടെ മുന്നിൽ. ഇത് 158-ാമത്തെ ദിവസം. ഭഗവത്ഗീത 701 ശ്ലോകങ്ങളാണ്. അപ്പോൾ 13-ാം അധ്യായം കഴിയുമ്പോൾ 14-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നമ്മൾ എത്ര ശ്ലോകങ്ങൾ വിചാരം ചെയ്ത് കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 524 ശ്ലോകങ്ങളെ നമ്മൾ ചിന്തയ്ക്ക്, പഠനത്തിന് അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിന് വിധേയമാക്കി കഴിഞ്ഞ 157 ദിവസങ്ങളെ കൊണ്ട്. ഇനി നമ്മുടെ മുന്നിലുള്ളത് 176 ശ്ലോകങ്ങളും 14, 15, 16, 17, 18 5 അധ്യായങ്ങളുമാണ്. ഇപ്പോൾ ഈ 5 അധ്യായങ്ങളിൽ കൂടിയിട്ട് 176 ശ്ലോകങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ദിവസങ്ങൾ എത്രയാണ് ബാക്കിയെന്ന് ചോദിച്ചാൽ ദിവസങ്ങൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ തുടരും. എന്തായാലും ബാക്കി 176 ശ്ലോകങ്ങളെ ഇത്ര ദിവസം കൊണ്ട് തീർക്കണം എന്ന ഒരു കരാറൊന്നും നമ്മുടെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്കങ്ങനെ പറഞ്ഞ് പോവാം. ഇന്ന് 14-ാം അധ്യായം ആരംഭിക്കുകയാണ്. അപ്പോൾ 13-ാം അധ്യായത്തിൽ, കഴിഞ്ഞ അധ്യായത്തിൽ എന്താണ് നമ്മൾ ചിന്ത ചെയ്തത്? വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്ന്, നമ്മുടെ ശരീരം, ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അപ്പോൾ എല്ലാ സർവക്ഷേത്രേഷു ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി. സർവശരീരങ്ങളിലും ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഞാൻ, അറിവായി ശുദ്ധബോധമായി ഇരിക്കുന്ന ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രമാകുന്ന ശരീരവും ക്ഷേത്രജ്ഞനായിരിക്കുന്ന വിശ്വേശ്വരൻ, ആ പരമമായ കാരണം, അതിനെ പുരുഷൻ എന്ന ശബ്ദത്തിൽ, ആത്മാ എന്ന ശബ്ദത്തിൽ, ബ്രഹ്മം എന്ന ശബ്ദത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കി. അഹംബോധം, അവിടെ ആത്മാവ്, അനാത്മാവ്, അതുപോലെ തന്നെ പ്രകൃതി പുരുഷൻ. ഈ പ്രകൃതി പുരുഷൻ്റെ ആത്മാവിൽ നിന്ന് ഭിന്നമല്ല ഈ പറഞ്ഞ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ, വിസ്തരിച്ച് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞ അധ്യായത്തിൽ. ആത്മാവ് എന്താണ്? എല്ലാറ്റിനും സാക്ഷിയാണ്. അതൊരിക്കലും പ്രകൃതിയാണ് കർമ്മങ്ങളെ ഉണ്ടാക്കുന്നതും കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നതും. അപ്പോൾ അതിൽ ആർക്ക് പങ്കില്ല? ആത്മാവിന് പങ്കില്ല. ആത്മാവ് എല്ലാറ്റിനും സാക്ഷിയായിട്ടുള്ള ആളാണ്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ആത്മാവിന് എന്തില്ല? സംസാരം എന്ന് പറയുന്നത് ആത്മാവിൻ്റേതായിട്ടുള്ളതല്ല. എന്നിട്ട് അതിൽ നിന്ന് ഉള്ള ആത്യന്തികമായ മോചനം എങ്ങനെയാണ്, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ലളിതമായിട്ട്, എന്നാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ, ലളിതമാണെങ്കിലും അത് അങ്ങേയറ്റം സൂക്ഷ്മമായിട്ട് ഓരോരോ തലങ്ങളെയും പ്രത്യേകം എടുത്തു പറഞ്ഞു. തുടർന്ന് ഈ അധ്യായം എന്താണ്? ഈ അധ്യായം പറയാൻ പോകുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ ചെറുതായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാസ്തവത്തിൽ ഈ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പുനരഭി ജനനം, പുനരഭി മരണം, രാഗദ്വേഷങ്ങൾ, മാനാപമാനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഈ
നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖസന്തോഷങ്ങളുടെ സമ്മിശ്രമായിട്ടുള്ള ജീവിതം. അതിന് മൊത്തത്തിൽ നമുക്ക് സംസാരം എന്ന് പറയാം. അപ്പോൾ ഈ സംസാരത്തിന് വാസ്തവത്തിൽ ആത്മാവിന് ബന്ധമില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം തന്നെ എന്താണ്? പ്രകൃതി ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ പ്രകൃതി ഗുണങ്ങളെക്കുറിച്ച് 2-ാം അധ്യായം മുതൽ ഇങ്ങനെ പറഞ്ഞു പോന്നിട്ടുണ്ട്, പക്ഷെ വിസ്തരിച്ചിട്ടില്ല. അപ്പോഴൊക്കെ നമ്മൾ സൂചന നൽകിയിട്ടുണ്ട്, ഈ പ്രകൃതി ഗുണങ്ങൾക്ക് വേണ്ടി ഒരു അധ്യായം തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് ഈ അധ്യായമാണ്, 14-ാം അധ്യായം. ഗുണത്രയ വിഭാഗ യോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. ഗുണത്രയം എന്താണ്? ത്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ത്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഗുണങ്ങളുടെ മൂന്ന് ഗുണങ്ങളുടെ സമ്മേളനമാണ്. ഏതൊക്കെയാണ് 3 ഗുണങ്ങൾ ഇവിടെ പറയാൻ പോകുന്നുണ്ട്. എന്നാലും സത്വം, രജസ്, തമസ്. അപ്പോൾ ഈ 3 ഗുണങ്ങളെ എങ്ങനെയാണ് ഗുണങ്ങൾ നമ്മളെ ഭരിക്കുന്നത്? നാം ഗുണങ്ങളിൽ നിസ്സഹായരാണോ? അതോ ഈ ഗുണങ്ങളെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് നിയന്ത്രണത്തിന് വിധേയമാക്കാമോ? ഒരടിമയെ പോലെ നമ്മളിങ്ങനെ ഗുണങ്ങളുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവക്കൂത്ത് പോലെ നമ്മളിങ്ങനെ പാവതുള്ളുകയാണോ? അത് പലർക്കും പല സംശയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇവിടെ ഈ അധ്യായത്തിൽ ദൂരീകരിക്കപ്പെടുന്നതാണ്. ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഭഗവാനാണ് ഇതിൽ ആരംഭിക്കുന്നത്. ഒരു സാധാരണ ഓരോരോ ഉത്പന്നങ്ങളുടെ പരസ്യവാചകം പോലെ ഭഗവാൻ താൻ പറയാൻ പോകുന്ന ഈ ജ്ഞാനപ്രധാനമായിട്ടുള്ള ഈ തത്വത്തിന് ഒരു ഗംഭീര പരസ്യം തന്നെ നൽകുന്നുണ്ട്. നമുക്ക് ഈ പരസ്യം കേട്ട് ഇതൊക്കെ നല്ല പരിചയമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ പറയുന്നത്. ഭഗവാൻ ഇത് പരസ്യം നടത്തുകയാണെന്ന് വെച്ചാൽ അല്ല, അർജുനൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയണം. നമ്മളും പരസ്യവാചകത്തിൽ ഭ്രമിക്കപ്പെട്ടവരാണല്ലോ. പലതും പരസ്യം കണ്ടിട്ടാണല്ലോ നമ്മൾ കൂട്ടിയിട്ടുള്ളതും ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെ ഭഗവാൻ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു ഇൻട്രോ ആണ്. അതിന് ഗംഭീരമായിട്ട് തന്നെ പറയുന്നു. അധ്യായത്തിൻ്റെ ആരംഭം 14-ാം അധ്യായം, ഗുണത്രയ വിഭാഗയോഗം. 1-ാമത്തെ ശ്ലോകത്തിൽ ശ്രീ ഭഗവാനുവാച, ഭഗവാൻ തുടങ്ങുന്നു. ശ്രീ ഭഗവാനുവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമദോ ഗതാഃ പരാം സിദ്ധിമിദോ ഗതാഃ. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ വീണ്ടും അർജുനനോട് പറഞ്ഞു. ഇതാണ് ഭഗവാൻ പറയുന്നത്. പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനം ഉത്തമം യത് ജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിം അത ഗതാഃ. അഹം പ്രവക്ഷ്യാമി, ഞാൻ പറയാം. എന്തിനാണ് ഞാൻ പറയാൻ പോകുന്നത്? ഞാൻ പറയാൻ പോകുന്നത് നീ കേൾക്കുന്നു എങ്കിൽ, നമ്മളോടാ പറയുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നു, യത് ജ്ഞാത്വ, യാതൊന്നിനെ അറിഞ്ഞിട്ട്. ഏതൊന്നിനെ അറിഞ്ഞിട്ട്? ഞാൻ ഈ പറയാൻ പോകുന്നതിനെയാണ് അറിഞ്ഞിട്ട്. ആരറിഞ്ഞിട്ട്? സർവേ മുനയഃ, ഇതാ എല്ലാ മുനികളും. മുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പരിചയമില്ലാത്ത, നമ്മളിൽ നിന്നൊക്കെ എത്രയോ ദൂരെയുള്ള, ഏതോ ദേശത്ത് ഏതോ കാലത്ത് ജീവിച്ച, നമ്മളെ സംബന്ധിച്ച് ഇവരെ കണ്ടു പരിചയം എന്ന് പറഞ്ഞാൽ വെറും ഫോട്ടോ കണ്ട് പരിചയം. അതാണെങ്കിൽ സാധു എന്ന് പറയുന്ന ബീഡിയിലും യോഗി എന്ന് പറയുന്ന ബീഡിയിലും, ബീഡിയുടെ പാക്കറ്റിലാണ് നമ്മൾ ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടുള്ളത്. പിന്നെ കുറേ ചിത്രങ്ങളിലും അതിലും ഇതിലും ഒക്കെ കണ്ടിട്ടുണ്ട്.
ഈ മുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മുനി ഇപ്പം മുനിയെ കാണാനുണ്ടോ കിട്ടാനുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ മുനിയെ കുംഭമേളയ്ക്ക് പോയാൽ കാണാം. നോക്കൂ, അതൊക്കെ തന്നെ നിങ്ങൾ ഈ വേഷഭൂഷാദികളിൽ പോയി പെട്ടുപോകരുത്. നമ്മുടെ ധർമ്മശാസ്ത്രം ഈ വേഷഭൂഷാദി നമ്മളോട് പറഞ്ഞല്ലോ. ഈ രാമായണം മഹാഭാരതം സീരിയലിന് ശേഷമാണ് ഈ വേഷഭൂഷാദികൾക്ക് ഇന്ത്യയിൽ ഇത്രയേറെ പ്രചാരം കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഒരു മട്ടിലൊക്കെ ഇങ്ങനെ പോയിരുന്നതാണിത്. അപ്പം അതിലൂടെ ആളുകൾ ആകർഷിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം അതാണ്. കാശികാനന്ദഗിരി സ്വാമിജി ഇതിനെക്കുറിച്ച് പറയും. ശങ്കരാചാര്യർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാഷായാംബര ബഹുകൃതവേഷ പശ്യന്നഭിനച പശ്യതി മൂഢ ഉദരനിമിത്തം ബഹുകൃതവേഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മുനി എന്നൊക്കെ പറയുമ്പം നമ്മളിൽ നിന്ന് വളരെ ദൂരെയാണ് എന്ന് കരുതരുത്. എന്താണ്? മൗനത്തെ ആചരിക്കുന്നവനാണ് മുനി. ഈ മൗനത്തെ ആചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണോ? അതല്ല. മൗനം എപ്പോഴാണ് മൗനം ഉണ്ടാവുന്നത്? പ്രതികരിക്കാൻ പറ്റാത്ത ഒരു നിസ്സഹായാവസ്ഥയിൽ ഉടലെടുക്കുന്ന ഒന്നിനെയാണ് മൗനമായി നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കാറ്. അതല്ല മൗനം. ശരിയായ മൗനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സങ്കല്പങ്ങൾ, വികാരവിചാരങ്ങൾ, ഇതെല്ലാം പ്രതീക്ഷകൾ, ഇതൊക്കെ പാടെ നീങ്ങിയിട്ടുള്ള മനസ്സാണ് മുനി എന്ന് പറയുന്നത്. അതാണ് ഈ മുനിർന വ്യാമോഹം ഭജതി. ജീവൻ മുക്തൻ എന്ന് പറയുന്നത് മുനിയാണ്. അതാണ് ശങ്കരാചാര്യർ ജീവൻ മുക്താനന്ദ ലഹരിയിൽ പറയുന്നത്. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കൃതിയാണ്. എത്രയോ പ്രാവശ്യം നിങ്ങളോട് ഈ കൃതിയിലെ ഓരോരോ സന്ദർഭങ്ങൾ ഉദാഹരിച്ചിട്ടുണ്ട്. അതിലെന്താ പറയുന്നത്? ഗുരുദീക്ഷാക്ഷതതമാഹ മുനിർ നവ്യാമോഹം ഭജതി. മുനിർ നവ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഹ. ഗുരുവിൻ്റെ ഉപദേശം ഹേതുവായി തമസ്സെല്ലാം നീങ്ങിയിട്ടുള്ള ആളാണ്. അപ്പം അജ്ഞാനങ്ങൾ നീങ്ങിയിട്ടുള്ള ഏതൊരു മനസ്സിൻ്റെ ഉടമയാണോ അവരൊക്കെ മുനിയാണ്. ഈ അജ്ഞാനത്തെ നീക്കുന്നതിൻ്റെ വളരെ മനോഹരമായ ചിത്രമാണ് ആ ജീവൻ മുക്താനന്ദ ലഹരിയിലെ ആദ്യത്തെ വർണ്ണന തന്നെ. എന്താ അതിൽ പറയുന്നത്? അപ്പം ആ മുനി ആരായിരിക്കണം? എന്ത് ഗംഭീരമായിട്ടാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. നമുക്ക് അപ്രായോഗികമായ എവിടെയെങ്കിലും ഒന്നാണോ? അല്ല. പുരേ പൗരാൻ പശ്യൻ നരയുവതിനാമാ കൃതിമയാൻ സുവേഷാൻ സ്വർണാലങ്കരണ കലിതാൻ ചിത്രസദൃശാൻ സ്വയം സാക്ഷാത് ദൃഷ്ടേത്യപിച്ച കലയൻ തൈ സഹരമന് മുനിർനവ്യാമോഹം ഭജതി ഗുരുദീക്ഷാ ക്ഷതതമാഹ. മനോഹരമായിട്ടുള്ള കൃതിയാണ്. പുരേ പൗരാൻ പശ്യൻ നരയുവതിനാമാ കൃതിമയാൻ സുവേഷാൻ സ്വർണാലങ്കരണകലിതാൻ ചിത്രസദൃശാൻ സ്വയം സാക്ഷാത് ദൃഷ്ടേത്യപി ച കലയൻ തൈ സഹരമൻ മുനിർനവ്യാമോഹം ഭജതി ഗുരുദീക്ഷ ക്ഷതതമാഹ. ദിവസവും നമുക്ക് മുന്നിൽ വന്നു ചേരുന്ന ഒരു കാഴ്ചയാണ്. അവിടെ നമുക്കെങ്ങനെ മുനിയുടെ അവസ്ഥയെ, മുനിത്വത്തെ സ്വീകരിക്കാം? എന്താ പറയണത്? പുരേ പൗരാൻ പശ്യൻ. പുരം എന്ന് പറഞ്ഞാൽ പട്ടണം. പട്ടണത്തെയാണ് ആദ്യം തന്നെ ഇവിടെ പറയുന്നത്. പട്ടണത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കാണാം? പൗരാൻ പശ്യൻ, പൗരജനങ്ങളെ കാണാം, ജനങ്ങളെ കാണാം. ആരൊക്കെ ഉണ്ട് അവിടെ? നരയുവതിനാമ കൃതിമയാൻ. പുരുഷനുണ്ട്, സ്ത്രീയുണ്ട്, പല നാമങ്ങൾ, പല പേരുകളായിരിക്കാം. അവിടെ ഔസേപ്പുണ്ട്, വക്കച്ചനുണ്ട്, അക്ബറുണ്ട്, രാമനുണ്ട്, കൃഷ്ണനുണ്ട്, ഗോവിന്ദനുണ്ട്, ഗോപാലനുണ്ട്. പല പല പേരുകളാണ്. ഏതെങ്കിലുമൊക്കെ പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നെറ്റി ചുളിയുന്നുണ്ടെങ്കിൽ പുരേ പൗരാൻ പശ്യൻ നരയുവതിനാമാ കൃതിമയാൻ. പല ആകൃതിയൊക്കെ ഉള്ളവർ.
സുവേഷാൻ സ്വർണാലങ്കരണകലിതാൻ ചിത്രസദൃശാൻ. ചിത്രം പോലെ കാണും. എങ്ങനെ? ആരെയൊക്കെ? വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. പല വിധത്തിലുള്ള വസ്ത്രങ്ങളാണ്. ചിലപ്പോൾ ചിലരുടെ വസ്ത്രത്തിന് ഇറക്കം കുറവായിരിക്കും. ആ ഇറക്കം കുറഞ്ഞ വസ്ത്രം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുന്നു, ഇതെന്താണ്, ഇതിനൊക്കെ നല്ല പിട കൊടുക്കണമെന്ന് നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. നിങ്ങളിൽ എന്തോ പ്രശ്നമുണ്ട്. ഇയാൾ ഇത് ഇവിടുന്ന് ഇയാൾക്ക് ഇതൊക്കെ കിട്ടിയത് എന്ന്, അല്ലെങ്കിൽ ഇവൾക്ക്. അപ്പോൾ വസ്ത്രം, ആരുടെ വസ്ത്രം? അവനവൻ്റെ വസ്ത്രമാണോ? അല്ല, മറ്റുള്ളവരുടെ വസ്ത്രം. നമ്മളോട് ചിലർ കമൻ്റൊക്കെ ഇടാറുണ്ട്, ചുവപ്പ് കുറച്ച് കൂടിപ്പോണ്ടല്ലോ. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, കാവി എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് മേടിക്കുന്നത്. അത് കൂടും കുറയും ഒക്കെ ചെയ്യും. നിങ്ങൾക്കതിങ്ങനെ ഈ എന്താ പറയുക, കാള ചുവപ്പ് കാണുന്നത് പോലെ ആവണ്ട. കാണും, സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സുവേഷാൻ സ്വർണ്ണാഭരണകലിതാൻ, സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കാണുന്നില്ലേ ഈ കാഴ്ച? അപ്പോൾ പുരേ പൗരാൻ പശ്യൻ നരയുവതി നാമാകൃതിമയാൻ സുവേഷാൻ സ്വർണ്ണാലങ്കാരത്തോടു കൂടിയിട്ടുള്ള ചിത്രസദൃശാൻ. എന്നിട്ടോ സ്വയം സാക്ഷാത് ദൃഷ്ടേ ച അഭികലയൻ. താൻ ഇത് കാണുന്നവനാണ്, ദൃഷ്ടാവാണ്. എങ്കിലും സഹരമൈഹി, അവരോടൊപ്പം അവരിൽ ഒരാളായി അവരോട് സംസാരിച്ച്, അവരോട് ചിരിച്ച്, പരിചയപ്പെട്ട്. അങ്ങനെയാണ്. നമുക്ക് ചിലരെയൊക്കെ കാണുമ്പം അവർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചിരിച്ചു, നമ്മൾ ചിരിക്കില്ല. അവനോടൊന്നും ചിരിക്കുക, വേറെ പണിയൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹം എന്താണ്? തൈഹി സഹരമൻ, അവരിൽ ഒരാളായി, പക്ഷേ വേറിട്ട് നിൽക്കുന്നു. മുനിർ ന വ്യാമോഹം ഭജതി. ഈ വ്യാമോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ, അവൻ ഇവൻ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വിഭാഗീയതകളൊക്കെ അസ്തമിച്ചിട്ട്. എവിടുന്ന്? ഗുരുദീക്ഷാക്ഷതതമാഹ. തമസ് ക്ഷയിച്ചിട്ട് ആരാണോ ഉള്ളത്, അജ്ഞാനം നീങ്ങിയിട്ട്. അവൻ്റെ പേരാ മുനി. അവന് താടി ഉണ്ടാവണം, ഇങ്ങനെ മുടി പൂക്കുറ്റി പോലെ കെട്ടിവെക്കണം, അങ്ങനെയൊന്നുമില്ല. കമണ്ടലു യോഗതുണ്ട്, ഈ പറഞ്ഞ സാധു ബീഡിയിലും ദിനേശ് ബീഡിയിലും കണ്ട പോലത്തെ ചിത്രം ആവണമെന്നില്ല. ന വ്യാമോഹം ഭജതി ഗുരുദീക്ഷ ശതതമാഹ. അപ്പൊ ആ മുനി ഇവിടെ പറയുന്നത് എന്താണ്? സർവേ മുനയഃ, അങ്ങനെ അജ്ഞാനം നീങ്ങിയിട്ടുള്ള. അപ്പം നമുക്ക് ഇങ്ങനെ, നിങ്ങളൊരു കല്യാണത്തിന് പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെയുള്ള ഈ കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതല്ലേ? അങ്ങനെ വരുന്ന ഈ കാഴ്ചയിൽ നിങ്ങൾക്ക് അലോസരങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മുനിയിൽ നിന്ന് നിങ്ങളിലേക്ക്, ആ മുനിയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കുറേ പണിയെടുക്കേണ്ടി വരും. കുറേയൊന്നുമില്ല, ഇതൊക്കെ അജ്ഞാനാണ് എൻ്റേത് എന്നുള്ളത് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. ചിലരുടെ മുടി കണ്ടാൽ, ചിലരൊക്കെ ഉണ്ട് മുടി ഒരുപാട് നീട്ടി വളർത്തിയിട്ടുണ്ട്, ആ മുടി കണ്ടാൽ, ചിലരുടെ തൊലിയുടെ നിറം കണ്ടാൽ, ഇവനെയൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട്, ചില പോലീസുകാർക്കൊക്കെ ഉണ്ട് ഈ അസുഖം. അവർ കൊണ്ട് ഇവരെയൊക്കെ പിടിച്ച് മുടി വെട്ടിക്കും നിർബന്ധമായിട്ട്. ഇവർക്കാർക്ക് ഇതിനൊക്കെ അധികാരം കൊടുത്തിട്ടുള്ളത്? ഒരാളുടെ മുടിയെക്കുറിച്ച്, ഒരാളുടെ വസ്ത്രത്തെക്കുറിച്ച്. അപ്പോൾ അതൊക്കെയാണല്ലോ നാട്ടിലെ വലിയ വലിയ വിവാദങ്ങൾ. കാരണം അവർക്ക് അടുപ്പിലും എന്നൊരു പ്രമാണം ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പൊയ്ക്കോളും. അപ്പോൾ ഈ ഒരു കല്യാണത്തിന് പങ്കെടുക്കുമ്പോൾ, ഒരു പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പം നമ്മൾ ചിലരെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ മനസ്സിൽ ചില വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ചോദ്യമാണ്. അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ സ്വയം അറിയുക. മറ്റുള്ളവരെ അറിയിക്കാൻ നിൽക്കണ്ട, നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കണ്ട. സ്വയം മനസ്സിലാക്കുക, എനിക്ക് കാര്യമായ പ്രശ്നമുണ്ട്. എൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തിൽ നിന്ന് ഞാൻ വളരെ ദൂരെയാണ്, അത്രയേ ഉള്ളൂ.
വേറെ പ്രശ്നമൊന്നുമില്ല. അതായത് വ്യാമോഹത്തെ ഭജിക്കുന്നവനാണ് ഞാൻ. വ്യാമോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ. അപ്പം തെറ്റിദ്ധാരണയെ ഉപാസിക്കുന്നവനാണ് ഞാൻ എന്ന് തിരിച്ചറിയാൻ നമുക്ക് നമ്മുടെ ഒരു കുടുംബക്കാരൻ്റെയോ സുഹൃത്തിൻ്റെയോ സ്നേഹിതൻ്റെയോ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഒരു പൊതുപരിപാടി, ഓണാഘോഷം, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ പല പല പരിപാടികളുണ്ട്. നീ പരിപാടികളൊക്കെ പങ്കെടുക്കുന്നവരെ കണ്ടാലും മതി. ചിലർ പാട്ട് പാടുന്നത് ചിലർക്ക് ഇഷ്ടമില്ല. അപ്പോഴൊക്കെ നിങ്ങൾ ഈ ദൂരത്താണ്, ദൂരെ. ഇവിടെ മുനയഹ, മുനികൾ, എല്ലാ മുനികളും ഇതിൽ നിന്ന്, ഏതിൽ നിന്ന്? ഈ ഊരാക്കുടുക്കിൽ നിന്ന്. പുനരപി ജനനം, പുനരപി മരണം എന്നൊക്കെ പറയുന്ന ഈ ഊരാക്കുടുക്കിൽ നിന്ന് പരാം സിദ്ധിം, പരമമായ സിദ്ധിയെ എന്ന് പറഞ്ഞാൽ സർവതന്ത്ര സ്വാതന്ത്ര്യത്തെ, മോക്ഷത്തെ. മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോകുക എന്നുള്ളതല്ല, വിടുതല. ഈ ബന്ധനങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരു വിടുതൽ, ഒരു സ്വാസ്ഥ്യം അനുഭവിക്കാൻ സാധിക്കുന്ന അവസ്ഥ. പിന്നെ മരണമായിട്ട് ബന്ധമൊന്നുമില്ല. മരണമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മളിലെ ഈ അജ്ഞാനം മുഴുവൻ മരിച്ചു പോകും, അത്രയേ ഉള്ളൂ. ആ പരാം സിദ്ധിം, പരമമായ സിദ്ധിയെ ഗതാം, ഗതാം എന്ന് പറഞ്ഞാൽ അതിലേക്ക് എത്തിച്ചേർന്നവരായി, പ്രാപിച്ചവരായിട്ട്, പരം ജ്ഞാനാനാം, പരം ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തുവിനെ കൊണ്ടോ പരിമിതപ്പെടുത്താനാകാത്തതായിട്ടുള്ള ആ ജ്ഞാനം. കഠോപനിഷത്തിൽ നചികേതസ് യമനോട് ചോദിക്കുന്നത്. ഭൂതത്തിനും ഭാവിക്കും വർത്തമാനത്തിനും ഒക്കെ അപ്പുറത്ത് എന്തെങ്കിലും അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് യമൻ പറഞ്ഞു കൊടുത്ത അതിനെയാണ് പരാം, ആ പരാം ആയിട്ടുള്ള എന്ത്? ജ്ഞാനാനാം ഉത്തമം ജ്ഞാനം, ജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമായ, അനുകരണീയമായ, ഏറ്റവും ശ്രേയസാർന്ന ജ്ഞാനത്തെ, തത് ജ്ഞാനം ഭൂയഃ, ഭൂയ വീണ്ടും പ്രവക്ഷ്യാമി, അഹം പ്രവക്ഷ്യാമി, ഞാൻ പറയാം. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ നിനക്ക് വേറൊരു രീതിയിൽ ഇനിയും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇതെന്താണിത്? ഇത് ജ്ഞാനികളിൽ ജ്ഞാനികളായിട്ടുള്ള മുനീശ്വരന്മാർ, അറിഞ്ഞനുഭവപ്പെടുത്തിയിട്ടുള്ള ആളുകൾ, ബ്രഹ്മജ്ഞാനികൾ, അവരെയൊക്കെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രീ ശുക ബ്രഹ്മർഷി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ പേരുകളൊക്കെ ഉണ്ട്. അതൊക്കെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പരാമർശിക്കുന്ന, അവരേത് ഭാവത്തിൽ, ഏത് മാനസികാവസ്ഥയിൽ ജീവിച്ചു എന്നുള്ളത് പ്രധാനം. ആ മാനസികാവസ്ഥ ഒരു സാധാരണക്കാരന് അപ്രാപ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ട് ഇവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്, ഇതൊന്നും നമുക്കൊന്നും ജന്മത്ത് സാധിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അവർക്കിതിൻ്റെ കാര്യങ്ങളൊന്നും പിടികിട്ടിയിട്ടില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു. അവർക്ക് കാര്യമായി ഇതിൻ്റെ കാര്യങ്ങൾ പിടികിട്ടിയിട്ടില്ല. കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് അവരങ്ങനെ പറഞ്ഞു കളയും. ഇത് നിങ്ങൾക്കിത് മനസ്സിലാവില്ല എന്ന്. കാരണം എനിക്കിത് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന്. കാരണം ഒരാൾക്ക് മനസ്സിലായിട്ടുള്ളതാണെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അത്യാവശ്യം. അതിനിപ്പോൾ എന്താ ബുദ്ധിമുട്ട്? ഏതായാലും ഭഗവാൻ ഇവിടെ പറയുന്നു, ഞാൻ ഇനിയും നിനക്ക് പറഞ്ഞു തരാം. അപ്പം നീ മുനിയല്ല, അതുകൊണ്ട് നിനക്കിതൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടൊരു കാര്യം, അർജുന നീ ഇതൊക്കെ അറിഞ്ഞിട്ടിപ്പോൾ എന്ത് കാര്യം എന്ന്. അതാ ഒരു കോണ്ടസ്റ്റിൽ പറഞ്ഞ. എന്നാലും ഇവിടെ സ്നേഹത്തോടു കൂടി പറയുന്നു, നിനക്ക് ഞാൻ ഇനിയും പറഞ്ഞു തരാം. ഭഗവാൻ പറയും, ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്യമാഗതാഃ സർഗേപി നോപജായന്തേ പ്രളയേ ന വ്യഥന്തി ച. വീണ്ടും ഞാൻ പറയാൻ പോകുന്ന ജ്ഞാനത്തിനെ ഭഗവാൻ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നു. ഇതം ജ്ഞാനം ഉപാശ്രിത്യ മമ സാധർമ്മ്യം ആഗതാഃ സർഗേ അപി ന ഉപജായന്തേ പ്രളയേ ന വ്യഥന്തി ച. ഇതൊരു അതിഗംഭീരമായിട്ടുള്ള ഒന്നാണിത്.
എന്താ അത്? ഇതം ജ്ഞാനം ഉപാശ്രിത്യ, ഈ ജ്ഞാനത്തെ ഉപാശ്രയിച്ചിട്ട് നമ്മളിതിനെ, ഈ ജ്ഞാനം എന്തിനുള്ളതാണ്? എന്തിനും ജ്ഞാനം പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്കൊരു സ്ഥലത്തേക്ക് പോകണം, എവിടെ നിന്ന് തിരിയണം, എങ്ങോട്ട് തിരിയണം, എത്ര ദൂരം പോകണം, എന്ത് കാര്യത്തിനും ഈ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടുണ്ടാക്കുന്ന കുറേ കുഴപ്പങ്ങളും ഉണ്ട്. നമുക്കൊരു സാധനം മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയാതെ എന്തെങ്കിലും ഇടാകൂടാക്കി കഴിഞ്ഞാൽ അത് കേടുവരും. അങ്ങനെ പലതും നശിപ്പിക്കുന്നുണ്ടല്ലോ. എന്തിനും അതിൻ്റെതായിട്ടുള്ളൊരു അറിവ് നല്ലതാണ്. ഇതാണ് ചിന്മയാൻ സ്വാമികൾ പറയാറ്. നമ്മൾ ഉണ്ടാക്കി വിടുന്ന ഉപകരണങ്ങൾക്കെല്ലാം ഒരു ചെറിയ കൈപ്പുസ്തകം കമ്പനി തരുന്നുണ്ട്. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കോഡുണ്ട്, അത് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ യൂട്യൂബിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ വരും. എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് അഴിക്കേണ്ടത്, ഇതിന് ഇന്ന് കേട് വന്നാൽ എന്ത് ചെയ്യണം, ഇത് ഇന്നത് ചെയ്യരുത് കാര്യങ്ങളൊക്കെ അവർ നിർദ്ദേശിക്കും. അപ്പോൾ നമ്മളുണ്ടാക്കുന്നതാണ് ഓരോരോ ഉപകരണങ്ങൾ. സ്വാമിജി പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഉപകരണമാണ് മനുഷ്യൻ. നമ്മളെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊരു ഗൈഡ് ലൈൻ, ഒരു മാനുവൽ ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് ഭഗവത്ഗീത എന്നാണ് സ്വാമിജി പറയുന്നത്. ആരാണ് ഈ പ്രൊഡക്ഷൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? മൂപ്പരനെ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ഉവാച പറയുന്നത്. അപ്പോൾ മൂപ്പരാണല്ലോ ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്. അപ്പോൾ കൂട്ടത്തിൽ സൃഷ്ടിച്ച് വിട്ടതാണ് ഈ ഗൈഡ് ലൈൻ. ഇത് എവിടേക്ക് തിരിക്കണം, എവിടെ തിരിക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇതം ജ്ഞാനം ഉപാശ്രിത്യ, ഈ ഗൈഡ് ലൈൻ നിങ്ങൾ ഫോളോ ചെയ്താൽ സംഗതി എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാം. ചില സംഗതിയൊക്കെ ഉണ്ട്, ആമസോണിൽ ഓർഡർ കൊടുത്തിട്ട് ഇങ്ങോട്ട്, അപ്പോൾ അതിലൊരു പേപ്പർ ഉണ്ടാവും. ഈ പേപ്പർ വായിച്ചു നോക്കാനൊന്നും താല്പര്യമില്ല. എന്നിട്ട് എടുത്ത് കിട്ടിയ സ്ക്രൂ ഒക്കെ കിട്ടിയെടുത്ത് വെച്ച് ചാമ്പിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായി? അവസാനം കോഞ്ഞാട്ടയായി. അത് ഓരോന്ന് ഫിക്സ് ചെയ്യേണ്ട ഓരോന്നിലൊക്കെയാണേ ഇല്ലാതെ വരുമ്പോൾ പിന്നെ അത് നേരെയാക്കി എടുക്കാൻ ചിലരൊക്കെ ഉണ്ട്. ഈ സ്ക്രൂ ഒക്കെ മര്യാദയ്ക്ക് അല്ലാത്ത വിധത്തിലൊക്കെ വെച്ച് ടൈറ്റാക്കി അങ്ങോട്ട് കയറ്റും. പിന്നെ അത് പ്രോപ്പർ സ്ക്രൂ അതിൽ കയറില്ല. എന്നിട്ട് പറയും ഇതൊക്കെ തല്ലിപ്പൊളി ഒന്മാരൊക്കെ പറ്റിക്കൽ പരിപാടിയാണ് എന്ന്. എന്നാലും മൂപ്പർക്ക് അബദ്ധം പറ്റിയെന്ന് പറയില്ല. അതുപോലെയാണ് ഈ കാര്യം. ആ ഗൈഡ് ലൈൻ നോക്കിയാൽ ഒരു കുഴപ്പമില്ല. അതിലവർ നമ്പർ ഇട്ട് സഹിതം പറഞ്ഞിട്ടുണ്ട് ഇത് ഏതിൻ്റെയാണ്, എത്ര മൊത്തം പീസ് ഉണ്ട്, ഇതിൽ ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, ഇപ്പോൾ TV സ്റ്റാൻഡ് പോലത്തെ ഉണ്ട്, ഒരു 100 പീസുകളുണ്ടാവും. ഇതൊക്കെ മര്യാദയ്ക്ക് തന്നെ ഇത് സ്ക്രൂ ടൈറ്റ് ചെയ്യണം. അതൊക്കെ എൽറോഡായിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ച് തിരികെ കയറ്റി കഴിഞ്ഞാലൊക്കെ എങ്ങനെയാണ്? പ്രോപ്പറായിട്ട് ടൂൾസ് അവർ തന്നെ തന്നിട്ടുണ്ട്. ഈ പാക്കറ്റ് ഒന്നും നോക്കാതെ ഇതങ്ങോട്ട് എടുത്ത് വെച്ച് തുറന്നു, ഇങ്ങനെ ഓരോന്നിലും നമ്മൾ ചെയ്യും. എന്നിട്ട് എല്ലാം കുഴപ്പത്തിലാക്കും. അപ്പോൾ ആ ഗൈഡ് ലൈൻ മര്യാദയ്ക്കൊന്ന് നോക്കിയാലോ. അത് തന്നെ ഇനി നമുക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലേ? നമ്മൾ ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. ഇനി അതല്ല, വേറെ അറിയുന്ന ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ശരിയാക്കി തരുമല്ലോ. അതിനൊന്നും മൂപ്പർക്ക് നേരമില്ല. ഇത് കിട്ടിയ ഉടനെ തന്നെ ആരുടെയോ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഈ മക്കളും ഭാര്യയും ചുറ്റും നിന്ന് ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നിൽക്കുക. അച്ഛാ വേണ്ട അച്ഛാ, അച്ഛനെ അറിയില്ലെങ്കിൽ അവിടെ വെച്ചേക്ക് അച്ഛാ. അപ്പോൾ അച്ഛൻ്റെ ഒരു നോട്ടമുണ്ട് കുട്ടികളെ ദഹിപ്പിക്കുന്നത്. പിന്നെ ഇവരാരും പറ്റില്ല, കാരണം മൂപ്പര കാശാണല്ലോ. ഈ പിള്ളേർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് അച്ഛൻ ചെയ്യുന്നത് കുഴപ്പത്തിലാവും. അവസാനം മാമൻ വേണ്ടി വന്നു ഇതൊക്കെ ശരിയാക്കാൻ. അപ്പം ഇവിടെ ഇത് തന്നെയാണ്. ഇത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ആവേണ്ട കാര്യമില്ല. ഈ മെക്കാനിസം പഠിച്ചാൽ, നമ്മളാകുന്ന മെക്കാനിസം, നമ്മളെ എങ്ങനെ ഏത് നെട്ട് എവിടെ എന്നുള്ളത് നോക്കിയാൽ ജീവിതം ആനന്ദപൂർണ്ണമാക്കാം.
ജീവിതം അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. അറിവ് ജീവിതത്തെ സുന്ദരമാണ്. അറിവില്ലെങ്കിലോ ഈ ജീവിതം നമുക്ക് നമ്മുടെ മാത്രമല്ല മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ചിലർ സഹിക്കുന്നത് ഇതുകൊണ്ടാണ്. വിവരക്കേട് കൈമുതലായിട്ടിരിക്കുമ്പോൾ അവരോടൊപ്പം ജീവിക്കേണ്ടി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയല്ലോ ഒരു സ്പിരിച്വൽ ബെൻഡ്, അത് ഇതിനെയാണ്. അതുണ്ടെങ്കിൽ നല്ലതാണ്. മറ്റേ നിങ്ങൾക്ക് തീരെ പൊരുത്തപ്പെടാത്തതിനോട് നിങ്ങൾക്ക് പതുക്കെ ഒന്ന് മാറി നിൽക്കാം. അവരുടെ നാശത്തിനൊന്നും ആഗ്രഹിക്കേണ്ട, അതൊക്കെ അത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യാറുള്ളത് അതാണ്. ആരെയും നാശം ആഗ്രഹിക്കുന്നില്ല, അല്പം സൈലൻറ്റ് മോഡിൽ ഇട്ടേക്കുക, എന്നാലും നല്ലതാണ്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നു, ഇതം ജ്ഞാനം ഉപാശ്രിത്യ. ഈ ജ്ഞാനം ഉപാശ്രയിച്ചിട്ട്, ഇതിനെ ആശ്രയിച്ചത്. അപ്പോൾ ഇത് ആശ്രയയോഗ്യമാണ്, ഇത് പ്രായോഗികമാണ്. ഇതിനെ ആശ്രയിക്കാൻ, ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. ഇതിപ്പോൾ ഇന്ന ആൾക്ക് പഞ്ചസാര പറ്റില്ല, ഇന്ന ആൾക്ക് ഇന്നത് പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഇന്നത് എനിക്ക് അലർജിയാണ് അല്ലേ. ഇതെല്ലാവർക്കും പറ്റുന്ന സാധനമാണ്. ഇതം ജ്ഞാനം ഉപാശ്രിത്യ മമ സാധർമ്മ്യം ആഗതാഹ. എൻ്റെ സാധർമ്മ്യം, എൻ്റെ ധർമ്മത്തെ പ്രാപിക്കുക, ഞാനായിത്തീരുക. അതാണ് വലിയ ഓഫറാണ് മുന്നിലേക്ക് വയ്ക്കുന്നത്. മമ സാധർമ്മ്യം ആഗതാഹ. അങ്ങനെ എൻ്റെ സാധർമ്മ്യത്തെ പ്രാപിച്ചിട്ടുള്ളവർ സർഗേ അഭി, സൃഷ്ടിയുടെ ആരംഭത്തിലും അതുപോലെ തന്നെ പ്രളയേ ന ഉപജായന്തേ, സർഗേ അഭി ന ഉപജായന്തേ. അവർക്ക് പിന്നെ ഈ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുക എന്ന് പറയുന്ന ആ സൃഷ്ടി പ്രക്രിയയിൽ അവരതിൻ്റെ ഭാഗമാകുന്നില്ല. അതുപോലെ തന്നെ പ്രളയേ ന വ്യതന്തീച്ച, ഇതിൻ്റെ നാശത്തിലും അവർക്ക് എന്തുണ്ടാവുന്നില്ല, ദുഃഖം ഉണ്ടാവുന്നില്ല. അവരെപ്പോഴും ആനന്ദവാന്മാരും സന്തോഷവാന്മാരുമായിരിക്കും. അതുകൊണ്ട് അർജുന, ഞാൻ ഈ പറയുന്ന ജ്ഞാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്കും നമ്മുടെ നിത്യജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് ഇതെല്ലാം. അത് നിങ്ങൾ ശ്ലോകം കാണാപ്പാഠം പഠിക്കണമെന്നോ, ഇത് ഓർമ്മയുണ്ടായാൽ മതി. അവസരം നമ്മുടെ മുന്നിൽ ഇഷ്ടം മാതിരിയാണ് പ്രയോഗിക്കാൻ. നമ്മുടെ ദിവസവും നമ്മൾ ഇത് പ്രയോഗിക്കാനുള്ള അവസരങ്ങളാണ് നമുക്ക് മുന്നിൽ ചുറ്റുമുള്ളത്. ഇത് പ്രയോഗിക്കുന്നത് ക്ഷേത്രത്തിലോ ആശ്രമത്തിലോ ഏതെങ്കിലും സങ്കേതങ്ങളിലല്ല നമ്മുടെ സ്പിരിച്വാലിറ്റിയെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. വീട്ടിലും വീട്ടിൻ്റെ പുറത്തും ആളുകളോടൊക്കെ ഇടപഴകുന്ന സന്ദർഭങ്ങളിൽ, നമ്മൾ ബസ്സിലും ട്രെയിനിലും എവിടെയൊക്കെയാണോ, പൊതുസ്ഥലങ്ങളിലെല്ലാം ഇതിനെന്തുണ്ട്? ഇതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള നമ്മുടെ ഒരു ഉപകാരം. കോവിഡ് കാലത്തൊക്കെ നമ്മൾ മാസ്ക് ഇട്ട് നടന്നുവല്ലോ. ഇത് എപ്പോഴും ഇടേണ്ട ഒരു മാസ്കാണ്. മറ്റുള്ളവർക്ക് കാണാനില്ല. ഈ മാസ്ക് ഇടുമ്പോൾ ഒരു നമ്മുടെ ഉള്ളതിൻ്റെ ഇരട്ടി സൗന്ദര്യം ഉണ്ടാവും. അപ്പം എന്താണ് ഭഗവാൻ ഇവിടെ പറയാൻ പോകുന്ന ജ്ഞാനം? എങ്ങനെ ഭഗവാനുമായിട്ടുള്ള സാധർമ്മ്യം നാളെ നമുക്ക് കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.